എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പി നോക്കാം. സ്പ്രിംഗ് റോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കടകളിൽ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഷീറ്റ്. പക്ഷെ നമ്മൾ ആ ഒരു ഷീറ്റ് വെച്ചിട്ടല്ല ഇത് ചെയ്തെടുക്കുന്നത്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ്. വളരെ സിമ്പിളാണ് ഷീറ്റ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ചൂടായിട്ട് സോസിൻ്റെ കൂടെ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്പ്രിംഗ് റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദയിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിൽ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. കുഴയ്ക്കുന്ന സമയത്ത് സാദാ വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്ന വരെ കുഴച്ചാൽ മതി, ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ. ഇപ്പോൾ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് ഇതൊന്ന് നല്ല സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് അടയ്ക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൈദയുടെ മാവ് ഒരേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 1 കപ്പ് മൈദ മാവിന് ഞാനിവിടെ 10 ഉരുളകളാക്കിയാണ് എടുത്തുള്ളത്. 10 മുതൽ 15 വരെ ഉരുളകളാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരേ അളവിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്തത് ഓരോന്നായിട്ട് എടുത്ത് നല്ല ഷേപ്പിൽ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് കൂടുതലായിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഫ്രീസറിൽ സൂക്ഷിക്കുക ഉണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കിയ ഉരുളകളെല്ലാം ഇനി ചെറിയ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ പരത്തിയ ചപ്പാത്തിയും എടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഇനി കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. നമ്മളിനി ഇത് ലെയറാക്കി ഇതിന് മുകളിൽ ആയിട്ട് വീണ്ടും ലെയറുകൾ വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്നിച്ചത് പരത്തിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് കാണുമ്പോൾ അറിയാം, വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ്. പേപ്പറിൻ്റെ കനവേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് പരത്തിയെടുത്തിട്ടാണ് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 5 ചപ്പാത്തികൾ ഇതുപോലെ അടുക്കി വെച്ചിട്ടാണ് ലെയറാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാ ലെയറിലും എണ്ണ തൂകിയതിന് ശേഷം ഇതുപോലെ പൊടിയൊന്ന് വിതറി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 5 എണ്ണം ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ എനിക്ക് 5 എണ്ണത്തിൻ്റെ 2 സെറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെറ്റ് എടുത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വലിയും, കാരണം ഇത് 5 വലിയ ചപ്പാത്തികളാണ്. അപ്പോൾ ഒരേപോലെ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിക്കുമ്പോൾ ഈ ലെയറുകളായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുതായിട്ട് ഒരെണ്ണം പരത്തുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ചെറിയതായിട്ട് കട്ട് ചെയ്തും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ദോശത്തവയുടെ സൈസ് അനുസരിച്ചിട്ട് ഉള്ള വലിപ്പത്തിൽ നിങ്ങൾക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വലുതാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ദോശത്തവയിൽ അത് കൊള്ളില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഇതായിട്ട് പരത്തിയതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടും അതുപോലെ പരത്തിയെടുക്കുക. ഞാനിവിടെ കുറച്ച് വലിയൊരു തവയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡും ഒരു 20 സെക്കൻഡ് ഓരോ സൈഡും ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
കുക്ക് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഹീറ്റ്, അതായത് ചൂടെത്തിയിട്ട് വേണം അത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 20 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിലിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 20 സെക്കൻഡ് മാത്രം മതിയാകും. നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതുപോലെ ചെറിയ വട്ടങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും 20 സെക്കൻഡ് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഷീറ്റെല്ലാം. ഇനി ഇത് നന്നായിട്ട് തണുപ്പിക്കുക. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഓരോ ലെയറും ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചൂടോടെ എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ എടുക്കാൻ പാടാണ്. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഇതിനൊരു പേപ്പറിൻ്റെ കനം മാത്രമേ ഉള്ളൂ. വളരെ തിന്നായിട്ടുള്ളൊരു ഷീറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു സ്പ്രിംഗ് റോള് എല്ലാം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഫില്ലിങ് വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോൾ ഒരു ചൈനീസ് ഡിഷാണ്. അപ്പം വലിയ ഷീറ്റ് നമ്മളിതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇളകി വരാനായിട്ട് പാടാണ്. അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ഇളക്കിയെടുക്കുക. അതുപോലെ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് നമുക്ക് സ്പ്രിംഗ് റോൾ മാത്രമല്ല, നമുക്ക് സമോസ ഒക്കെ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ പല ഷേപ്പിലും സ്ക്വയറിലും ഒക്കെ നമുക്ക് പല പല ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു ഷീറ്റിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ ഷീറ്റുകളാക്കുകയാണെങ്കിൽ നമുക്ക് റോൾ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ലിങ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചൈനീസ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫലൂഡയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ സേവില്ലേ, ആ സേവ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ക്യാരറ്റും ക്യാബേജും അതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഞാനിവിടെ മീറ്റ് ബോൾസാണ് എടുത്തിട്ടുള്ളത്. മീറ്റ് ബോൾസോ അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പച്ചക്കറി മാത്രം എടുക്കുക. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മിൻസ് ചെയ്താണ് അതിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ഒരുപാട് വഴട്ടുകയോ വേവിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താലും മതി. പച്ചയ്ക്കും ആൾക്കാർ ചെയ്തെടുക്കാറുണ്ട്. നമ്മൾ ക്യാബേജും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മീറ്റ് ബോൾസ്, ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മീറ്റ് ബോൾസ്. അത് പൊടിയായിട്ട് അരിഞ്ഞതാണ്. മീറ്റ് ബോൾസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവസാനമായിട്ട് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള റൈസ് നൂഡിൽസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോളിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഭയങ്കര കട്ടി കുറവുള്ള ഒരു ഷീറ്റാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രം ഇത് എടുക്കാം. ഇനി ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോള് ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. കാരണം വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ്. അതുപോലെ അകത്തെ ഫില്ലിങ് ഓൾറെഡി നമ്മൾ വെന്തിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്.
അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ടും അതുപോലെ തന്നെ 4 മണിക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റാം. സ്പ്രിംഗ് റോള് നമുക്ക് ഫ്രോസണായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്